Hello, once again, welcome back to my YouTube channel Crazy Vibes with Surya. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മിനി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ബോൺലെസ് ചിക്കൻ നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ഉണ്ട് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വാ, ഫസ്റ്റ് തന്നെ ഇതിൻ്റെ മാരിനേഷൻ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ വീട്ടിൽ ഫ്രണ്ട്സൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാരിനേഷൻ പ്രോസസ്സാണ് ആദ്യം പറഞ്ഞു തരാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എല്ലില്ലാത്ത നമ്മുടെ ചിക്കൻ്റെ പീസസ് ഒന്ന് സ്ക്വയർ ടൈപ്പിൽ, ഏകദേശം ഒരു സ്ക്വയർ ടൈപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലാസ് എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തേക്കാം. നിങ്ങൾക്ക് അത് ത്രൂവും ചെക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടാലും മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഉപ്പാണ്. ഉപ്പ് ചേർക്കാൻ നിങ്ങൾക്ക് ചിലർക്ക് ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു കൺഫ്യൂഷൻ കാണും ആദ്യമേ ചേർക്കാൻ. സോ നിങ്ങൾ മസാലാസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് കുറേശ്ശെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവും. കാരണം ഉപ്പിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടാതെ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഉപ്പ് ചേർത്തു. അതിനുശേഷം നമ്മുടെ എടുത്തിട്ടുള്ള കുറച്ച് ക്രഷ്ഡ് കുരുമുളക് പൊടിയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വറ്റൽമുളകിൻ്റെ തരികളുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ്, അതല്ലെങ്കിൽ നോർമൽ മുളക് പൊടി എടുത്താലും മതി. ഇനി ഞാൻ ഇടുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ മസാല ഇട്ടു, കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ വളരെ കുറച്ച് ചിക്കൻ്റെ പീസസ് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി സെപ്പറേറ്റ് ആഡ് ചെയ്യാം. കുറച്ചുകൂടെ സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ലതാണ് കേട്ടോ. ഞാനിവിടെ എല്ലാം ആവശ്യത്തിനേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടാത്തൊരു സ്റ്റെപ്പാണ്. റെഡ് ചില്ലിയുടെ സോസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അടപ്പൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി എന്ന് പറഞ്ഞ സാധനമേ നമ്മൾ ചേർക്കണ്ട കേട്ടോ, ഗാർലിക്സ്. ഇപ്പം ഞാനിവിടെ ചേർത്തത് ഇഞ്ചിയാണ്. ജിഞ്ചർ ചെറുതായിട്ട് ഒന്ന് ചതച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കില്ലേ, ആ ടൈപ്പിലാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത്ര മാത്രം മതി. ഇനി വെള്ളം ഒന്നും ഒഴിക്കണ്ട. ചിക്കനിൽ തന്നെ ചെറിയൊരു വെള്ളം തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മാരിനേഷൻ ചെയ്ത് ഒരു ഹാഫ് ആൻ അവറൊക്കെ നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കാമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇനി അതല്ല, ഒരു 10 മിനിറ്റെങ്കിലും കൊടുത്താൽ മതി. നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ മാരിനേഷനൊക്കെ ചെയ്ത് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മുളകൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് എണ്ണയിലിട്ടിട്ട് നല്ല മുരാന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കൻ്റെ പീസസ് എല്ലാം തന്നെ നല്ല വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാടങ്ങ് മുങ്ങി കുളിച്ച് കിടക്കേണ്ട രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട, വളരെ കുറച്ച് മതി. നോൺ സ്റ്റിക്കിൽ ഫ്രൈ ചെയ്യണ്ട കേട്ടോ. നോർമലായിട്ടുള്ള നമ്മുടെ വീട്ടിലെ ചീനിച്ചട്ടി, ഇരുമ്പ് ചട്ടിയൊക്കെ ഇല്ലേ, അതിലൊക്കെ ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. നോൺ സ്റ്റിക്കിൽ ആകുമ്പോൾ വേറൊരു ഇതായിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് നല്ല നാടൻ കറിവേപ്പില 2 തന്നെ ഇടുകയാണെങ്കിൽ നമ്മുടെ എൻറ്റയർ ചിക്കന് ആ ഒരു ഫ്ലേവർ കിട്ടും. നമ്മൾ ഈ ചിക്കൻ 65 ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു അരോമ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഓയിലിലോട്ട് കറിവേപ്പിലയുടെ നല്ല ഒരു ഫ്ലേവർ ഇറങ്ങും കേട്ടോ. അത് ചിക്കൻ്റെ പീസസിലും പിടിക്കും. അതുകൊണ്ട് ഞാൻ എണ്ണ ചൂടാവുന്നതിന് മുന്നേ തന്നെ കുറച്ച് കറി ലീവ്സിൻ്റെ ഇതിട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ പീസസ് കംപ്ലീറ്റ്ലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ചിക്കൻ നന്നായിട്ട് വേവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് മുക്കി എണ്ണയിലിട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. അതല്ല, ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു വേവും ആ ഒരു ഫ്രൈയും ആ ഒരു പരുവും ഒക്കെ അങ്ങോട്ട് സെറ്റാവുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ചിക്കനിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്.
ദേ ഇതുപോലെ ഗ്ലും ഗ്ലും എന്നുള്ള സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി പോരും കേട്ടോ. ഞാൻ ദേ ഇപ്പോൾ കോരി കാണിച്ചില്ലേ, ഇതാ ആ പരുവത്തിൽ കിട്ടും. അപ്പോൾ അതുവരെ നിങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ഇനി ഇതിലെ വെള്ളം വന്നതെല്ലാം വറ്റി തുടങ്ങും. ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് വെള്ളം ഇങ്ങ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം. ഞാനിപ്പോൾ അടച്ച് വെച്ചപ്പോഴാണ് കംപ്ലീറ്റ് ചിക്കനിലെ വെള്ളം ഇറങ്ങിയത്. അതിനുശേഷം മൂടി തുറന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇനി ഫ്രൈ ആവുന്ന ഘട്ടത്തിലോട്ട് മാറും കേട്ടോ. എണ്ണയൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് വരും. ഇപ്പോൾ ഇതൊരു ഡ്രൈ ആയിട്ടുള്ള പരുവമായിട്ടുണ്ട്. വെന്ത ചിക്കൻ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു നല്ല മൊരിഞ്ഞ് കിട്ടണമല്ലോ, ആ ടൈപ്പിലേക്ക് ആക്കിയെടുക്കാം. അതിന് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഇനി ഇത് ഒന്ന് പതിയെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുമ്പം ഇതൊരു നല്ലൊരു ഗോൾഡൻ കളറിൽ ഒക്കെ മാറി ഒരു ഡീപ്പ് കളറിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല മൊരിഞ്ഞ മണമൊക്കെ വരും കേട്ടോ. പിന്നെ എന്ത് സാധനമാണെങ്കിലും ഈ നോൺ വെജ് ഐറ്റം എനിക്ക് ഒത്തിരി കരിക്കുന്നതിനോട് താല്പര്യമില്ല. അതത്ര ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഒത്തിരി നമ്മൾ കരിച്ച് പുകച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഫ്ലെയിം കുറച്ച് വെച്ച് പതിയെ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഒത്തിരി ഓയിലൊന്നും ആഡ് ചെയ്യേണ്ട. ഞാൻ ആദ്യം ചേർത്ത അത്രയും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെയാണ് ഇത് നല്ല ഡീപ്പ് കളറിലേക്ക് ഞാൻ ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഫൈനൽ കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ഈ ചിക്കൻ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും. ഇനി അതല്ല, നമുക്ക് വെറുതെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ തോന്നുവാണെങ്കിൽ ചുമ്മാ ഒരു ബൗളിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു സ്പൂണൊക്കെ ഇട്ട് കോരി കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എന്താ പറയുക, നല്ല നോൺ വെജൊക്കെ കൂട്ടി ഊണ് കഴിക്കില്ലേ, ആ സമയത്ത് ഇതും കുറച്ച് അടുത്തുണ്ട്. നല്ല ചമ്മന്തിയും അതുപോലെ തന്നെ തൈരും ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര സ്വാദാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് ട്രൈ നോക്കണം. ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നല്ലൊരു ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ കുറച്ച് ഓണിയനൊക്കെ ഇട്ടിട്ട് മല്ലിയിലൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ട് ശേഷമുള്ളത്. അത്യാവശ്യം കളറൊക്കെ മാറി നല്ല മൊരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാതെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.